നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയുള്ള ഒരു കപ്പയും ബീഫിൻ്റെ റെസിപ്പിയാണ് തന്നെ കാണിക്കുന്നത്. കുക്കറിൽ നല്ല എല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. സിമ്പിളാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, അടിപൊളിയാണ്. അപ്പോൾ അതിനായിട്ട് ഇതാ ഫസ്റ്റ് തന്നെ കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് കുറച്ചധികം ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള ഇതിലേക്ക് എടുക്കുന്നില്ല കേട്ടോ, ചെറിയുള്ളി തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു രണ്ട് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ. നല്ല കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഇതേപോലെ ഒന്ന് വാട്ടിയെടുക്കുക. പിന്നെ ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും തക്കാളി ഒന്ന് കുക്കാവുന്നത് വരെ വീണ്ടും ഒന്ന് വാട്ടിയെടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ് കേട്ടോ, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതൊക്കെ നിങ്ങളുടെ ബീഫിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഗരം മസാല, അതേപോലെ പെരിഞ്ചീരകത്തിൻ്റെ പൗഡർ, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു കളറിന് വേണ്ടിയിട്ട് ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല എപ്പോഴും കപ്പയും ബീഫൊക്കെ വെക്കുമ്പോൾ നല്ല നെയ്യോട് കൂടിയിട്ടുള്ള ബീഫ് തന്നെ എടുക്കുക. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ബീഫ് ഞാൻ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇതിൽ നിന്ന് തന്നെ എക്സ്ട്രാ വെള്ളമൊക്കെ ഇറങ്ങി വരും. പിന്നെ കുറച്ച് ലാസ്റ്റ് മല്ലിയിലയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് അടച്ച് മൂടി വെച്ചിട്ട് ബീഫ് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ചാറ് ഇത്തിരി കുറവുണ്ട് കേട്ടോ. നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം, കാരണം ഇതിലിട്ടിട്ടാണ് നമ്മൾ കപ്പ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചുള്ള കപ്പ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നല്ല ചൂട് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കപ്പയും കൂടെ ഇതിൽ കിടന്ന് വേവണമല്ല, ഇല്ലെങ്കിൽ അടിക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് മൂടിയിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ അതിന് മുമ്പ് ഇതാ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഫ്ലേവർ ആയിരിക്കുള്ളൂ. അപ്പോൾ എന്നിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇനിയിപ്പോൾ വേറെ പണിയൊന്നുമില്ല. ഇതേപോലെ തന്നെ ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. മാക്സിമം ആ ഒരു ബീഫും കപ്പയും കൂടെ നന്നായിട്ട് ഉടഞ്ഞ് വരണം. അതേ രീതിയിൽ നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇനിയിപ്പോൾ വേറെ പണിയൊന്നുമില്ല കേട്ടോ. പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുക. അപ്പോൾ ഇതാ ഞാൻ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ നല്ലൊരു ക്രഞ്ചിനെസ്സിന് വേണ്ടിയിട്ട് കുറച്ച് പച്ച സവാള ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു കപ്പയും ബീഫൊക്കെ കഴിക്കുമ്പോൾ ഈ ഒരു പച്ച സവാള മസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, അടിപൊളി ടേസ്റ്റാണ്. നമ്മളൊരു തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ളൊരു കപ്പയും ബീഫാണ് കേട്ടോ. സിമ്പിളല്ലേ, എല്ലാം കൂടെ കുക്കറിലിട്ട് വിസിലേൽപ്പിച്ചാൽ മതി. നല്ല അടിപൊളി ടേസ്റ്റും. അപ്പോൾ ഇതേപോലുള്ള റെസിപ്പികൾക്കായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട.